വിത്ത് യുവർ ഹാൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബെഡ്ഷീറ്റിലേക്ക് പറ്റിയ ഒരു ഹാൻഡ് എംബ്രോയിഡറി ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ ബെഡ്ഷീറ്റിൻ്റെ ഏറ്റവും അടിഭാഗത്തു നിന്ന്, അതായത് കാലിൻ്റെ വശത്തു നിന്നും ഒരു 28-30 ഇഞ്ചോളം മുകളിലേക്ക് കയറ്റിയിട്ടാണ് ഈ ഡിസൈൻ ട്രേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 3 സെറ്റ് ഇങ്ങനത്തെ ഒരു 3 എണ്ണം ഒരു ഷീറ്റിൽ കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ അടുപ്പിച്ച് വേണമെങ്കിൽ അടുപ്പിച്ചും കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 എണ്ണമാണ് കൊടുക്കുന്നത്. അപ്പോൾ 2 ഡിസൈൻ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു 9 ഇഞ്ച് ഗ്യാപ്പിലാണ് കൊടുക്കുന്നത്. അത് തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള എങ്ങനെയാണ് ഷീറ്റ് വരുന്നതെന്നുള്ളതിൻ്റെ ഞാൻ വീഡിയോയുടെ ഏറ്റവും ഒടുവിൽ ഇട്ടേക്കാം. അതുപോലെ ഈ ഡിസൈൻ വേണ്ടവർക്ക്, ഈ ഡിസൈൻ ആവശ്യമുള്ളവർക്ക് ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ആവശ്യമുള്ള വലിപ്പം അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഡിസൈനിൻ്റെ വലിപ്പം അറിയണമെങ്കിൽ ഏകദേശം ഒരു 11 ഇഞ്ചോളം വീതിയുണ്ട്. നീളം ഏറ്റവും മുകൾ വശത്ത് നോക്കുകയാണെങ്കിൽ ഒരു 9 ഇഞ്ച് മുകളിലേക്ക് നീളമുണ്ട്. അപ്പോൾ അത് ആ വലിപ്പത്തിൽ നിങ്ങൾ എടുത്താൽ മതി. ചെറുതാക്കി എടുക്കണമെങ്കിൽ ചെറുതാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഡിസൈൻ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ട്രേസ് ചെയ്തെടുക്കാം. ട്രേസ് ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങനെയാണ് ഇത് വയ്ക്കുന്നത്. എവിടെയാണോ വേണ്ട അവിടെ വെച്ചിട്ട് അടിയിൽ ക്ലോത്തിൻ്റെയും ഈ പേപ്പറിൻ്റെ ഡിസൈൻ്റെയും ഇടയിലായിട്ട് കാർബൺ പേപ്പർ വയ്ക്കുക. എന്നിട്ട് പതിയെ ഇങ്ങനെ വരച്ചെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഡിസൈൻ ട്രേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വീഡിയോയിൽ അത്ര ക്ലിയർ അല്ലാന്ന് തോന്നുന്നു. നമുക്ക് തയ്ക്കുമ്പം ഈ യെല്ലോ കാർബൺ പേപ്പർ വെച്ച് വരച്ചത് ധാരാളം മതി. അപ്പം ഞാനിവിടെ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ബെഡ്ഷീറ്റ് ചെയ്തിരിക്കുന്നത് 2 ഷെയ്ഡ് ക്ലോത്ത് വെച്ചിട്ടാണ്. അടിയിലേക്ക് ഒരു അണിയൻ കളറും അണിയൻ കളറിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് മുകളിലേക്കും വരാവുന്ന പോലെയാണ് ബെഡ്ഷീറ്റ് വരുന്നത്. ഒറ്റ കളർ ഷീറ്റിലും നമുക്കിതിങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ഓരോന്ന് തയ്ക്കുന്നത് എങ്ങനെയാണ്, ഏതൊക്കെ സ്റ്റിച്ചുകൾ ഉപയോഗിക്കാൻ നോക്കാം. ഈ ഡിസൈനിലേക്ക് നമ്മൾ 4 ഷെയ്ഡ് ത്രെഡ് ഉപയോഗിക്കുന്നുണ്ട്. ആദ്യത്തേതൊരു ഡാർക്ക് ഗ്രീനാണ്. ഇതിൻ്റെ നമ്പർ 0268. പിന്നെ ഒരു ലൈറ്റ് ഗ്രീനാണ്. ഇത് 0255 ആണ് അതിൻ്റെ നമ്പർ. പിന്നെ ഒരു ഡാർക്ക് പിങ്കാണ്. അതിൻ്റെ നമ്പർ വരുന്നത് 4380. അടുത്തൊരു ഡബിൾ ഷെയ്ഡ് ത്രെഡാണ്. ഒരു പിങ്കിൻ്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡാണ്. അത് 1205 ആണ് അതിൻ്റെ നമ്പർ. ആദ്യം നമ്മളിതിൻ്റെ ഈ ഒരു സ്റ്റെമ്മാണ് ചെയ്യാൻ പോകുന്നത്. സ്റ്റെമ്മുകളെല്ലാം ആദ്യം കംപ്ലീറ്റ് ചെയ്തെടുക്കാം. സ്റ്റെം ചെയ്യാനായിട്ട് നമ്മളിവിടെ ഈ ഡാർക്ക് ഗ്രീൻ എടുക്കുന്നത്. അത് ഞാനിവിടെ 3 സ്ട്രാൻഡ്സാണ് ത്രെഡ് എടുക്കുന്നുള്ളൂ. സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ടാണ് സ്റ്റെം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റെമ്മിൻ്റെ അരികത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നീഡിൽ ഇതുപോലെ കുത്തി മുകളിലേക്ക് എടുത്തതിന് ശേഷം നമുക്കിതുപോലെ സ്റ്റെം സ്റ്റിച്ച് ചെയ്യാം. സ്റ്റെം സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ കുത്തിയെടുക്കുമ്പോൾ ഈ ത്രെഡ് ഒന്നെങ്കിൽ ഈ മുകൾ ഭാഗത്തേക്കാണ് ഇടുന്നതെങ്കിൽ, ലെഫ്റ്റ് സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇടുക. ഇനി ആദ്യം നമ്മൾ റൈറ്റിലേക്കാണ് ഇട്ടതെങ്കിൽ റൈറ്റിലേക്ക് തന്നെ ഇടുക. ഇപ്പം ഇങ്ങനെ വളഞ്ഞ് വരുന്നതാകുമ്പം അത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇട്ട് തയ്ക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഷേപ്പ് നന്നായി കിട്ടുക. അപ്പോൾ നമ്മളിങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് എപ്പോഴും ഈ ലെഫ്റ്റ് സൈഡിലാണ് ത്രെഡ് കിടക്കുന്നതെന്ന് നോക്കിക്കണം. എന്നിട്ട് സ്റ്റെം സ്റ്റിച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സ്റ്റെമ്മിൻ്റെ ഈ തയ്യലിൻ്റെ വരുന്ന ആ ഒരു ഡയറക്ഷൻ ഇല്ലേ, അത് മാറിപ്പോകും. അപ്പോൾ എപ്പോഴും ഒരേ വശത്തേക്ക് മാത്രം ഇട്ടുകൊണ്ട് വേണം സ്റ്റെം സ്റ്റിച്ച് ചെയ്യാൻ. സ്റ്റെം സ്റ്റിച്ചിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. ബേസിക് സ്റ്റിച്ചസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ അത് അറിയാത്തവർക്ക്, ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് സ്റ്റെം സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതൊന്ന് പോയി നോക്കിയാൽ മതി. നമുക്കിതുപോലെ ഈ സ്റ്റെമ്മുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഒരു സ്റ്റെമ്മിൻ്റെ എൻഡിലെത്തുമ്പം അത് നീഡിൽ താഴേക്ക് ഇതുപോലെ താത്തിയിട്ട് ത്രെഡ് അവിടെ ഒന്ന് കെട്ടിട്ട് കട്ട് ചെയ്തിട്ട് അടുത്ത സ്റ്റെമ്മിലേക്ക് പോകുന്നതെന്നല്ലേ. അല്ലെങ്കിൽ തൊട്ടടുത്തൊക്കെയാണ് അടുത്ത സ്റ്റെമ്മെങ്കിൽ നമുക്ക് കുത്തിയിട്ട് ഇങ്ങനെ അവിടെ നിന്ന് മുകളിലേക്ക് എടുക്കാം. ഒരുപാട് നീളത്തിൽ ഇങ്ങനെ അടിയിൽ കൂടെ ത്രെഡ് പോകരുത്. അത് നമുക്ക് കഴുകുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും അത് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അകലത്തിലൊക്കെ വരുമ്പോഴത്തേക്കിനും ഇത് ആദ്യം അവിടെ ത്രെഡ് ഒന്ന് കെട്ടിട്ട് വെക്കണം. നമ്മൾ കെട്ടിടുമ്പം എപ്പോഴും ഇത് ബാക്കിൽ നമ്മൾ കെട്ടിടുമ്പം ഈ ചെറുതായിട്ട് കുറച്ചൊരു ക്ലോത്ത് ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ത്രെഡ് ഇതുപോലെ നീഡിൽ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കെട്ടിടുക. അങ്ങനെ ഒരു കെട്ടിട്ടതിന് ശേഷം വീണ്ടും പിന്നെ അടുത്തത് ചെയ്യുന്നത് അതിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റിച്ചിനകത്ത് കൂടെ മാത്രം കയറ്റിയിട്ട് ഒന്നും കൂടെ വലിച്ച് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ഇനി നമുക്ക് ഈ ത്രെഡ് ഇങ്ങനെ നീണ്ടു നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെറുതെ ഈ സ്റ്റിച്ചുകളുടെ ഇടയിൽ കൂടെ ഒന്ന് ഏടി കൊടുക്കുക. 2-3 സ്റ്റിച്ചുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ഏടി കൊടുക്കുക.
എന്നിട്ട് ഈ ത്രെഡ് നമുക്ക് അറ്റത്തുനിന്ന് തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ ബാക്ക് എപ്പോഴും നല്ല നീറ്റായിരിക്കും. ഇങ്ങനെ വേണം അടിയിൽ കെട്ടിടാൻ. അപ്പോൾ ഒരുപാട് ദൂരേക്കൊന്നും ത്രെഡ് വലിക്കാതിരിക്കാൻ നോക്കണം. ഇനി നമുക്കിതിൻ്റെ ഈ ലീഫുകളെല്ലാം തയ്ച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഈ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. 6 strands എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലീഫ് ചെയ്യാൻ പോകുന്നത് ഫ്ലൈ സ്റ്റിച്ച് വെച്ചാണ്. ഇതുപോലെ ലീഫിൻ്റെ ഏറ്റവും തുമ്പത്തായിട്ട് ഇതുപോലെ കുത്തിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ കുത്തി താഴേക്ക് എടുക്കുക. എന്നിട്ടിനി ലീഫിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് കുറച്ച് താഴേക്ക് നീക്കി ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ഇതിൻ്റെ നേരെ ഈ വശത്ത് ഇവിടെ നിന്നും സെൻറ്ററിലേക്ക് ഇങ്ങനെ കുത്തുക. ത്രെഡ് നീഡിലിൻ്റെ അടിയിൽ കൂടെ വരണം. എന്നിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യുക. എന്നിട്ടിനി ഈ നീഡിൽ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് കുത്തി താഴേക്ക് എടുക്കുക. വീണ്ടും ഇപ്പോൾ ഈ കുത്തീൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ ഇങ്ങനെ കുത്തി മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് ഈ വശത്ത് അതിൻ്റെ നേരെ കുത്തി സെൻറ്ററിലേക്ക് എടുക്കുക. ഇവിടെ കുത്തി താഴേക്ക് എടുത്തു. ഫ്ലൈ സ്റ്റിച്ച് വെച്ച് ലീഫ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഇതിനു മുമ്പൊക്കെ ഇട്ടിട്ടുണ്ട്. വളരെ ഈസിയുമാണ്, വേഗം ഫില്ലായി കിട്ടും. നമുക്ക് സാറ്റിൻ സ്റ്റിച്ചൊക്കെ വെച്ച് ഫില്ല് ചെയ്യുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് ഫില്ലായി കിട്ടുകയും ചെയ്യും. നീറ്റായിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും. ഫ്ലൈ സ്റ്റിച്ച് അല്ലെങ്കിൽ ഫെദർ സ്റ്റിച്ചൊക്കെ വെച്ച് ലീഫുകൾ ചെയ്യാൻ, ഈ ഷേപ്പിലുള്ള ലീഫുകൾ ചെയ്യാൻ വളരെ നല്ലതാണ്. ഇനി ഇവിടെ കുത്തി താഴേക്ക് എടുത്തു. അപ്പോൾ നമ്മുടെ ആ ലീഫ് മുഴുവൻ ഫില്ലായി കിട്ടിയിട്ടുണ്ട്. ഒട്ടും ഗ്യാപ്പില്ലാതെ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അടുപ്പിച്ച് ഈ സൈഡിൽ കുത്തിയെടുക്കുന്നത് കുറച്ചുകൂടെ അടുപ്പിച്ചെടുത്താൽ മതി. ചെറിയൊരു ഗ്യാപ്പോട് കൂടി ഈ ലീഫ് ചെയ്യുന്നതും ഭംഗി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനൊരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇത് കുത്തിയെടുത്തിരിക്കുന്നത്. വളരെ തിക്കായിട്ട് വരണം എന്നുണ്ടെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് കുത്തിയെടുത്താൽ മതി. അതുപോലെ നമുക്ക് ഈ ബാക്കിയുള്ള എല്ലാ ലീഫുകളും തയ്ച്ചെടുക്കാം. അപ്പോൾ ഒരു ലീഫിൽ നിന്ന് അടുത്ത ലീഫിലേക്ക് പോകുമ്പോൾ തൊട്ടടുത്തൊക്കെ ആണെങ്കിൽ അടിയിൽ കൂടെ ത്രെഡ് ഇങ്ങനെ വെറുതെ വലിച്ചെടുക്കുക. അല്ലെങ്കിൽ ഓരോ ലീഫ് കഴിഞ്ഞിട്ടും കെട്ടിട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് വേണം ഓരോ ലീഫുകളും തയ്ക്കാൻ. അല്ലെങ്കിൽ നൂലുകൾ ഒരുപാട് അടിയിൽ കൂടി ഇങ്ങനെ വലിഞ്ഞ് നിൽക്കും. അപ്പോൾ ഇതിൻ്റെ ലീഫുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവറുകളൊന്ന് ഫ്ലവേഴ്സ് തയ്ക്കാനായിട്ട് ഞാനിവിടെ ഈ ഡബിൾ ഷെയ്ഡ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. പിങ്കിൻ്റെ ഡബിൾ ഷെയ്ഡ് 6 strands എടുത്തിട്ടുണ്ട്. വോവൺ വീൽ സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫ്ലവർ ചെയ്യാൻ പോകുന്നത്. ഒരു ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ നീഡിൽ കുത്തി മുകളിലേക്ക് എടുക്കുക. എന്നിട്ടിതിനെ നമുക്കൊരു 5 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരേ അകലത്തിൽ ഇങ്ങനെ കുത്തി എടുക്കുക. 5 പെറ്റലുകൾ കൊടുക്കണം. ഇങ്ങനെ നേരിട്ട് കുത്തിയെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ആ പെറ്റലുകൾ എവിടേക്കാണ് വരേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ പെൻസിൽ വെച്ച് ഓരോ ഡോട്ട് ഇട്ടിട്ട് ചെയ്താലും മതി. അതെപ്പോഴും 5 അല്ലെങ്കിൽ 7 അങ്ങനെയുള്ള ഓഡ് നമ്പറിൽ വേണം നമ്മൾ വോവൺ വീൽ ചെയ്യുമ്പോൾ ഇത് ഡിവൈഡ് ചെയ്യാനായിട്ട്. വലിയ ഫ്ലവറാണ് ഇതിപ്പോൾ, ഒരുപാട് വലിയ ഫ്ലവറല്ല. അതുകൊണ്ട് നമ്മൾ 5 പെറ്റലുകളെ കൊടുക്കുന്നുള്ളൂ. കുറച്ചും കൂടെ വലിയ വട്ടമൊക്കെ ആണെങ്കിൽ 7, അതുപോലെ 9, അങ്ങനെ വലുതാവും തോറും നമ്മൾ കൂട്ടി കൊടുക്കണം. ഇനി ഇതിൻ്റെ ഏതെങ്കിലും 2 പെറ്റലുകളുടെ ഇടയിലായിട്ട് സെൻറ്ററിനോട് ചേർന്ന് നീഡിൽ ഇതുപോലെ കുത്തിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്രഞ്ച് നോട്ട് കൊടുക്കാം. ഒരു തവണയേ ചുറ്റുന്നുള്ളൂ, ഒരു ചെറിയ ഫ്രഞ്ച് നോട്ട്. ആ ഫ്രഞ്ച് നോട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഫ്രഞ്ച് നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സെൻറ്റർ പെട്ടെന്ന് ഫില്ലായി കിട്ടും. അതിന് വേണ്ടിയാണ് ഫ്രഞ്ച് നോട്ട് കൊടുക്കുന്നത്. ഫ്രഞ്ച് നോട്ട് ചെയ്തു. ഇനി നമുക്ക് വീണ്ടും ഏതെങ്കിലും 2 പെറ്റലിൻ്റെ ഇടയിലായിട്ട് നീഡിൽ കുത്തിയെടുത്തു. ഇപ്പോൾ ചെയ്ത ഫ്രഞ്ച് നോട്ടിൻ്റെ തൊട്ടടുത്ത് വേണം കുത്തിയെടുക്കാൻ. ഇങ്ങനെ കുത്തിയെടുത്തതിന് ശേഷം ഇനി 1.5 ഉള്ള ഓരോ പെറ്റലുകളുടെ ഇടയിൽ കൂടെ നീഡിൽ കോർത്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ എടുക്കുക, ഇതിൻ്റെ അടിയിൽ കൂടെ, അടുത്തതിൻ്റെ മുകളിൽ കൂടെയും പിന്നത്തതിൻ്റെ അടിയിൽ കൂടെ, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള പെറ്റലുകളുടെ ഇടയിൽ കൂടി ഇങ്ങനെ കോർത്ത് എടുക്കുക. ഇങ്ങനെ കോർക്കുമ്പോൾ നമ്മൾ ക്ലോത്തിൽ കൊള്ളരുത്. ഒട്ടും ക്ലോത്തിൽ കുത്താതെ ഈ ത്രെഡിൻ്റെ ഇടയിൽ കൂടെ മാത്രം വെറുതെ കോർത്ത് മാത്രമേ എടുക്കാവുള്ളൂ. ഇങ്ങനെ ഇത് മുഴുവൻ നമുക്ക് ഫില്ല് ചെയ്തെടുക്കണം. ആ സർക്കിൾ മുഴുവൻ ഫില്ലായി കിട്ടണം. വോവൺ വീൽ ചെയ്യുന്നതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്യാൻ അറിയേണ്ടവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ അറിയേണ്ടവർ അതൊന്ന് പോയി നോക്കിയാൽ മതി. അപ്പോൾ ഇത് ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും ഒടുവിലെത്തുമ്പം ഇതിൻ്റെ അടിയിലേക്ക് നല്ലോണം ഉള്ളിലേക്ക് കയറ്റി ഇതുപോലെ നീഡിൽ താഴേക്ക് വലിച്ചെടുക്കുക. വീണ്ടും അടുത്ത ഫ്ലവറിലേക്ക്
സെൻറ്ററിൽ ഇതുപോലെ കുത്തിയെടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ 5 പെറ്റലുകൾ ഇതുപോലെ ചെയ്തെടുക്കുക. കുറച്ചൊരു എംബോസ് ചെയ്തിരിക്കുന്ന ഫ്ലവറൊക്കെ ചെയ്യാനായിട്ട് പറ്റിയൊരു സ്റ്റിച്ചാണിത്. തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഭംഗിയുള്ളതും എന്നാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്റ്റിച്ചാണ് ഈ വോവൻ റോസ്. അത് നമുക്ക് ബുളിയൻ റോസൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആദ്യം ചെയ്ത് പഠിച്ചെടുക്കാൻ. ഇത് പക്ഷേ വളരെ എളുപ്പത്തിൽ എന്നാൽ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ ഒരു ഫ്രഞ്ച് നോട്ട് കൊടുക്കുക. എന്നിട്ട് ഓരോ പെറ്റലുകളുടെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള പെറ്റലുകളുടെ കൂടെ കോർത്ത് ഇത് മുഴുവൻ ഫില്ല് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ഈ എല്ലാ ഫ്ലവറുകളും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഫ്ലവറുകളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ ഡബിൾ ഷെയ്ഡ് ത്രെഡ് എടുത്തുകൊണ്ടാണ് പല ഷെയ്ഡിൽ ഫ്ലവേഴ്സ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ വരുന്നതാണ് ഭംഗി. ഒറ്റ കളർ ത്രെഡ് എടുക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് ഡബിൾ ഷെയ്ഡ് അല്ലെങ്കിൽ മൾട്ടി കളർ ത്രെഡൊക്കെ വെച്ച് ഇങ്ങനത്തെ ഡിസൈനുകൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഓരോ സ്റ്റെമ്മിൻ്റെയും അറ്റത്തുള്ള ഒരു കൊച്ചു ഫ്ലവർ പോലെ ചെയ്യാം. അത് ഈ ഡിസൈനിൽ ഞാനിങ്ങനെ ഈ ഓരോ സ്റ്റെമ്മിൻ്റെ അറ്റത്ത് ഇതുപോലെ വരച്ചിട്ടുണ്ട്, ഒരു 4 വരകൾ. അപ്പോൾ ഇത് നമ്മൾ ട്രേസ് ചെയ്യുമ്പോൾ വര വരയ്ക്കണമെന്നില്ല, നമുക്ക് തയ്ക്കുമ്പോൾ ചെയ്താൽ മതി. ഇങ്ങനെയാണ് അതിൻ്റെ അരികത്ത് ഡിസൈൻ വരുന്നത്. ട്രേസ് ചെയ്തപ്പോൾ ഞാൻ വരച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ഇങ്ങനെ സ്റ്റെമ്മിൻ്റെ അറ്റത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഈ ഡാർക്ക് പിങ്ക് കളർ ത്രെഡ് എടുത്തിരിക്കുന്നത് 3 സ്ട്രാൻഡ്സ് എടുത്തിട്ടുള്ളൂ. എത്ര നീളം വേണോ അത്രയും നീളത്തിൽ നമുക്കിതുപോലെ മുകളിൽ കുത്തിയെടുത്തിട്ട് എന്നിട്ട് ഈ സ്റ്റെമ്മിൻ്റെ അരികിലേക്ക് താഴേക്ക് താത്തുക. എന്നിട്ട് അതിൽ നിന്നും കുറച്ചുകൂടെ താത്തി കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കുറച്ച് താത്തിയിട്ട് അടുത്തത് കുത്തുക. സെയിം പോയിന്റിലേക്ക് ഇറക്കുക. അതിന് നേരെ തന്നെ ഇപ്പുറത്തെ വശത്തും അതുപോലെ 2 വശത്തേക്കും ഓരോ സ്റ്റിച്ചുകളും കൂടെ കൊടുക്കുക. ഇത് വളരെ ഈസിയാണ്. വെറുതെ സാധാ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ലേസി വേണമെങ്കിൽ ചെയ്യാം. ഇഷ്ടമുള്ള സ്റ്റിച്ച് ഉപയോഗിക്കാം. 6 സ്ട്രാൻഡ്സ് വെച്ചും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ തിക്കായിരിക്കും. അധികം കട്ടിയില്ലാണ്ട് ചെയ്യുന്ന ഭംഗിയും തോന്നിയുകൊണ്ടാണ് 3 സ്ട്രാൻഡ്സ് എടുത്തിരിക്കുന്നത്. 3ഓ 4ഓ ഒക്കെ ഉപയോഗിക്കാം. ഇതുപോലെ നമുക്ക് ഈ എല്ലാ സ്റ്റെമ്മുകളുടെയും അറ്റത്ത് ഈ ഫ്ലവർ തയ്ച്ചെടുക്കാം. അതും ഒരു സ്റ്റെമ്മ് കഴിഞ്ഞിട്ട് തൊട്ടടുത്താണെങ്കിൽ മാത്രമേ അടിയിൽ കൂടെ ത്രെഡ് വലിച്ചെടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ഓരോന്നും അടിയിൽ കെട്ടിട്ടിട്ട് ത്രെഡ് കട്ട് ചെയ്ത് തന്നെ എടുക്കണം. അപ്പോഴേ അടിയിൽ നീറ്റായിട്ടിരിക്കുകയുള്ളൂ. ഇത് ചെയ്യുമ്പോൾ ഈ ലൈനുകൾ വരയ്ക്കണമെന്നില്ല. ആദ്യം സെൻറ്ററിലെ ലൈൻ തയ്ക്കുക, എന്നിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും 2 വെച്ച് തയ്താൽ മതി. ഇനി അങ്ങനെ പറ്റുന്നില്ല എന്ന് തോന്നുന്നവർ മാത്രം ലൈൻ ഇട്ടാൽ മതി. ഇങ്ങനെ നമുക്കിതെല്ലാം തയ്ച്ചെടുക്കാം. ഇപ്പോൾ ഈ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതൊരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ 3 കൊടുത്തിട്ടുള്ളൂ. ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. കാലിൻ്റെ ഭാഗത്തു നിന്നും മുകളിലേക്ക് പില്ലോ കവറിലും ഇതുപോലെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ഷെയ്ഡ് ക്ലോത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ബെഡ്ഷീറ്റിലേക്ക്. ഇനി ആ ഡാർക്ക് ഷെയ്ഡ് ക്ലോത്ത് വെച്ചിട്ട് ഒരു കുഷ്യൻ കവറും കൊടുത്തിട്ടുണ്ട്. കുഷ്യൻ കവറിലേക്ക് ആ സെയിം ഡിസൈൻ തന്നെയാണ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ബെഡ്ഷീറ്റിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്